ട്രംപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാനിലെ ഭരണകൂടം തകർച്ചയിലാണ് എന്നാണ്. ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവിധ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. ഇറാനിലുണ്ടായിരുന്ന ശക്തമായ ഭരണാധികാരികളിൽ ഒരുപാട് പേർ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെടുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. IRGC പോലും അവസാനമായി കേട്ടിരുന്ന വാക്ക് അയത്തുള്ള ഖൊമേനിയുടെ ആയിരുന്നു. അതേ തരത്തിൽ വരും എന്ന് കരുതിയിരുന്ന ആളാണ് മൊജ്തബ ഖൊമേനി. പക്ഷേ മൊജ്തബ അതിഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിലാണ്. തീരുമാനങ്ങൾ എടുക്കാൻ മൊജ്തബയ്ക്ക് സാധിക്കാത്ത പശ്ചാത്തലം അവിടെയുണ്ട് എന്നുള്ള വ്യക്തത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മൊജ്തബ ഓൺലൈനായി ചില യോഗങ്ങളിൽ മാത്രം പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ തയ്യാറാകുന്നില്ല. അവിടെയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലും സൈന്യവുമായി അടുത്തപ്പോൾ രാഷ്ട്രീയ നേതാക്കളും അടങ്ങുന്ന ഒരു സംഘം ഇറാൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇറാൻ്റെ പ്രസിഡന്റും ഒപ്പം ഇറാൻ്റെ സ്പീക്കറും ഇപ്പോൾ പിൻനിരയിലാണ്. അവർക്ക് തീരുമാനമെടുക്കാനുള്ള യാതൊരു അധികാരവുമില്ല. അതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ പെസഷ്കിയാൻ പ്രഖ്യാപിച്ചത് ഹോർമുസിലെ ഉപരോധം പിൻവലിക്കുന്നു, ഹോർമുസ് പൂർണ്ണമായും തുറക്കുന്നു എന്നടക്കം പറഞ്ഞതിൽ ഇറാനിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. IRGC അടക്കം ഈ വിഷയത്തിൽ വലിയ എതിർപ്പുമായി രംഗത്ത് വരികയും തുടർന്ന് പെസഷ്കിയാന് തൻ്റെ പ്രസ്താവന പിൻവലിക്കേണ്ട അവസ്ഥ വരികയും ഹോർമുസ് നിയന്ത്രണം പൂർണ്ണമായി ഇറാൻ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊക്കെ ആ ഭരണകൂടത്തിൽ വലിയ ഭിന്നതകൾ ഉണ്ടാക്കി എന്ന വിവരങ്ങൾ പുറത്തു വരുന്നിരുന്നു. അജയ്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റാണ് ഇക്കാര്യം ആദ്യം പ്രഖ്യാപിക്കുന്നത്, ഭരണകൂടത്തിലെ ഭിന്നത. അത് ഏതാണ്ട് കൃത്യമാക്കുന്ന വിവരങ്ങളല്ലേ പുറത്തു വരുന്നത്? ഇറാനിലൊരു ഭരണതലത്തിൽ പലതരം ഇപ്പോൾ ഭിന്നതകളുണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ പല കാരണങ്ങൾ കൊണ്ട് വ്യക്തമായ കാര്യമാണ്. ഇപ്പോൾ രഞ്ജിത്ത് നിലവിൽ സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമുസ് വിഷയത്തിൽ തന്നെ അവിടെ അധികാരികൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ചിലർ നേതാക്കൾ പറഞ്ഞത് ഈ ഹോർമുസ് കടലെടുക്ക നിലവിൽ തുറക്കരുത് എന്നതാണ്. എന്നാൽ ഈ തുറക്കണം എന്നുള്ളത് ഈ പ്രത്യേകിച്ച് ഈ നെഗോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗൈ തുടങ്ങിയിട്ടുള്ള നേതാക്കൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ തീവ്ര നിലപാടുകാരായിട്ടുള്ള അവിടുത്തെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫിനാണെങ്കിലും ഇപ്പോൾ IRGCക്കാണെങ്കിലും ഇപ്പോൾ നിലവിലുള്ള അവിടുത്തെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖൊമേനിക്കാണെങ്കിലും അവർക്കെല്ലാം തന്നെ ഇതിനോട് കടുത്ത വിയോജിപ്പായിരുന്നു. പക്ഷേ സമ്മർദ്ദങ്ങളെ വഴങ്ങിക്കൊണ്ട് ഇപ്പോൾ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഒരു സംഘം ഈ ഹോർമുസ് കടലെടുക്ക് തുറന്നതായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ IRGC ഉടൻ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഉടൻ തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇറാൻ പറഞ്ഞ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അമേരിക്ക ഇത്തരത്തിൽ ഹോർമുസിൽ ഉപരോധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ ഹോർമുസ് ഇപ്പോൾ നിലവിൽ ഇറാൻ ഹോർമുസ് തുറന്നത് അത് നിർത്തുന്നു, ഹോർമുസിൽ വീണ്ടും ഉപരോധം കൊണ്ടുവരുന്നു എന്നതാണ് അവർ പറഞ്ഞത്. അതായത് US-ന്റെ ഉപരോധത്തെ ഒരു ന്യായീകരണമായി എടുത്തുകൊണ്ട് ഹോർമുസ് വീണ്ടും അടയ്ക്കുന്ന ഒരു ചുറ്റുപാടെടുത്തു. ഇത്തരത്തിൽ പെട്ടെന്ന് തുറന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന പുറത്തിറക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ അത് അടച്ചു എന്ന് പറഞ്ഞ വിവരം പുറത്തു വരുന്നതും അതും തീർച്ചയായിട്ടും ഇത്തരം ഒരു അധികാര വടംവലിയുടെ കൂടി ഒരു സൂചനയാണ്. മാത്രമല്ല നിലവിലെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖൊമേനി അദ്ദേഹം IRGCക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുന്നുണ്ട്. IRGC എടുക്കുന്ന തീരുമാനങ്ങൾക്ക് വലിയ ഒരു പ്രസക്തി നിലവിൽ അവിടുത്തെ ഇറാനിയൻ രാഷ്ട്രീയത്തിലുണ്ട്. മുൻപൊക്കെ IRGC എന്ന് പറയുന്നത് പരമോന്നത നേതാവിൻ്റെ നേരിട്ടുള്ള അണ്ടറിലായിരുന്നു. പരമോന്നത നേതാവിൻ്റെയും അവിടുത്തെ നാഷണൽ അസംബ്ലിയുടെയും തീരുമാനങ്ങൾ മാത്രമായിരുന്നു IRGC കേട്ടു വന്നിരുന്നത്. എന്നാൽ മുജ്തബ ഖൊമേനി നേരത്തെ മുൻപ് ഇറാഖുമായി യുദ്ധമുണ്ടായ സമയത്ത് തന്നെ IRGCയുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ IRGCക്ക് ഒരു കൂടുതൽ സ്വാതന്ത്ര്യം, ഒരു അകമഴിഞ്ഞ സ്വാതന്ത്ര്യം നിലവിൽ അവിടെ രാഷ്ട്രീയത്തിലാണെങ്കിലും അവിടെ മറ്റ് തീരുമാനങ്ങളിലാണെങ്കിലും എടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതുൾപ്പെടെ ഈ പരമോന്നത നേതാവിൻ്റെ ഒരു പ്രത്യേക നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.